കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചില അഴിച്ചുപണികളൊക്കെ നടക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിന്റെ സത്യം എന്താണ്? അഴിച്ചുപണി നടത്തിയിട്ട് എന്ത് കാര്യത്തിന്? എന്ത് പണി നടത്തിയാലും അതിനകത്ത് തകർക്കാനും എതിർക്കാനുമായിട്ട് കോൺഗ്രസിനകത്ത് കുറേ പേരുണ്ട്. ഇപ്പോൾ കെ സുധാകരൻ KPCC പ്രസിഡൻ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെ എന്തോ മറിച്ച് കളയുമെന്ന് പറഞ്ഞു. എന്തോ നടന്നു? അത് നന്നാക്കാൻ വരുന്ന ആളിനെ കൂടെ തകർത്തെറിയുന്ന ഒരു രീതിയാണ് കോൺഗ്രസിനകത്തുള്ളത്. സുധാകരൻ വന്നു കഴിഞ്ഞപ്പോൾ സുധാകരൻ വലിയ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് വന്നത്. കോൺഗ്രസിനെ ഒരു സെമി കേഡർ സ്വഭാവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെ പോയി? കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞില്ലേ? എത്ര പ്രതിപക്ഷ നേതാവാണുള്ളത് കോൺഗ്രസിനകത്ത്? VD സതീശൻ എന്തെങ്കിലും വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറയാൻ വരുമ്പോഴേക്കും തൊട്ട് മുമ്പ് രമേശ് ചെന്നിത്തല അത് മറ്റൊരു വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഈ 2026 എന്തോ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. എനിക്കറിഞ്ഞുകൂടാ അതിലോട്ടൊന്നും അവരുടെ പ്രതീക്ഷയൊക്കെ സഫലമാകുമെന്ന്. അതിനുവേണ്ടി മുഖ്യമന്ത്രി കുപ്പായം തുന്നുന്നത് എത്ര പേരാണ്? ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടാണ് ഒന്ന് ശാന്തരായിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഓരോരുത്തർ അവരവരുടെ വകയ്ക്ക് ഓരോ ഇടങ്ങളിൽ പോവുകയാണ്. ഒരാൾ പെരുന്നയിൽ പോകുന്നു, ഒരാൾ മാരാമൺ കൺവെൻഷന് പോകുന്നു, ഒരാൾ മറ്റേടത്ത് പോകുന്നു. ഇങ്ങനെയാണ് ഓരോ സമുദായം ഓരോരുത്തരെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. വെള്ളാപ്പള്ളി ഉടനെ ചെന്നിത്തലയെ പിന്താങ്ങുന്നു. പെരുന്നയിലെ പോപ്പ് പറയുന്നു ചെന്നിത്തല യോഗ്യനാണ് എന്നൊക്കെ. അപ്പോൾ കോൺഗ്രസിനകത്ത് അഴിച്ചുപണിയല്ല ഇത്. ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർക്ക് ഒരു രാഷ്ട്രീയ അച്ചടക്കം വേണ്ട തരത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. ഇവരുടെ ഒരു സ്വാധീനം ഇല്ലാതാകുകയാണ്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിനകത്ത് കേരളത്തിൽ വേണമെങ്കിൽ അഴിച്ചുപണി നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന മഹാൻ ആരാണ്? സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ച് അവിടെ ഇരിക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധി തുമ്മുന്നത് KC വേണുഗോപാലിനോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ രാഹുലിനെയൊക്കെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വേഷം കെട്ടി നടക്കുന്ന ആളാണ്. കേരളത്തിൽ കടന്ന് കുറേ പേര് അടിക്കട്ടെ, അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ രാഹുൽ ഗാന്ധി അവിടുന്ന് കെട്ടിയിറക്കും. അധികാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഏക പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമാണിപ്പോൾ കേരളം എന്ന് പറയുന്നത്. ഇവരുടെ ഈ 2026 പൂർണ്ണമായിട്ടും അധികാരം കിട്ടുമെന്ന് അങ്ങനെ വലിയ പ്രതീക്ഷയില്ല. കാരണം കേരളത്തിലെ മുൻകാലങ്ങളിലെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്കറിയാം. LDF ഭരിച്ചു, അടുത്ത തവണ UDF, പിന്നെ LDF, UDF, LDF ഇങ്ങനെ പോവുകയാണ്. പക്ഷേ 2021 LDF തുടർഭരണം ആവർത്തിച്ചു. ഇതിനിടയ്ക്ക് ഈ 2014 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ BJPയുടെ വളർച്ച അതിശക്തമാണ്. 2026 നോക്കിക്കോ, BJP കേരള ഘടകത്തിനകത്തൊരു വലിയ കുതിപ്പ് തന്നെ നടത്തും. CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MA വിവിധ പറയുന്നുണ്ട്, CPMന്റെ മേഖലയിലും BJPയുടെ സ്വാധീനം വളരെയധികം കൂടിയിരിക്കുന്നു. CPMന്റെ ഒരു ജനറൽ സെക്രട്ടറി പറയണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാത്തവരാണ് CPM എന്ന് പറയുന്നത്. അത്രയ്ക്ക് കടുത്ത ശക്തിയോടുകൂടി നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള CPM അത് പറയണമെന്നുണ്ടെങ്കിൽ BJP ഇവിടെ എത്രത്തോളം വേരോട്ടം നടത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതിലൂടെ അടിവേര് ഇളകാൻ പോകുന്നത് ആർക്കാണ്? കേരളത്തിലെ കോൺഗ്രസിനാണ്. കേരളത്തിലും കൂടെ കോൺഗ്രസിന് ഗതിയില്ലാതായി കഴിയുമ്പോൾ ദേശീയ തലത്തിലൊന്നും ഇവരെ അപ്രസക്തമാകാൻ പോവുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഇതേ ഉള്ളൂ, കോൺഗ്രസ് മുക്ത ഭാരതമാക്കുക എന്നുള്ളതാണ്. അതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി അവർ പലതരത്തിലുള്ള നീക്കവും നടത്തും. ഇപ്പൊ നോക്കിക്കോണേ, KC വേണുഗോപാലുമായിട്ട് മാതൃഭൂമി പത്രത്തിൽ ഒരു അഭിമുഖം തന്നെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ അഴിച്ചുപണി എങ്ങനെയാകും എന്ന് ചോദിച്ചപ്പോൾ
പിന്നെ കേരളത്തിന് വേണ്ടി മാത്രമായ ഒരു അഴിച്ചുപണി കോൺഗ്രസിനില്ല. ദേശീയ തലത്തിലുള്ള പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എവിടെയൊക്കെ അഴിച്ചുപണി വേണമോ അതായിരിക്കും ചെയ്യുക, അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ്. അപ്പോൾ KPCC അധ്യക്ഷൻ മാറില്ല എന്ന് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ പറയാനല്ലല്ലോ AICC തീരുമാനമെടുക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് മാത്രമായുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല, പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. കേരളത്തിലെ ഈ നേതൃത്വത്തിൽ ഇവർക്ക് അതൃപ്തി ഉണ്ട് എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ അത് തിരുത്താനൊട്ട് ഇവർ പ്രാപ്തരല്ല എന്നും കൂടിയാണ് തെളിഞ്ഞിരിക്കുന്നത്. സർ പറഞ്ഞത് ശരിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വീണതിന് ശേഷം പിന്നീട് കോൺഗ്രസ് ഒന്നും ഗതി പിടിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. പക്ഷേ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നത് അവർക്കൊരു വലിയ പാഠമായിരുന്നു. ഈ പറഞ്ഞതുപോലെ അസ്വാരസ്യം എന്ന് കോൺഗ്രസിന്റെ അസ്വാരസ്യം എന്ന് 2 തവണ അല്ലെങ്കിൽ ഇത്രയും വർഷക്കാലം പറയുമ്പോഴും ഇപ്പോൾ അവർ ഏകദേശം അത് പാഠം പഠിച്ച് ചില മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലേ? നേരത്തെ ഉള്ളതിനേക്കാളും ഈ അസ്വാരസ്യങ്ങൾ മാറ്റിക്കൊണ്ട് ഒരു ഏകമായിട്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പലതും കടന്നിട്ടില്ലേ? കേരളത്തിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നല്ലൊരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് വളർന്നിട്ടില്ല. എത്ര പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ട്, ഇവർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അതിന് നേരെ ചൊവ്വേ ജനകീയ മധ്യത്തിൽ കൊണ്ടുവന്ന് ഈ ഭരണത്തിനെതിരെ പോരാടാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ജനകീയ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ക്ഷേമ പെൻഷന്, കേരളത്തിലെ റോഡുകളുടെ അതിശോചനീയമായ അവസ്ഥ, സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾ പോലും ലഭ്യമല്ലാതിരിക്കുക, സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുക, അതികഠിനമായിട്ടുള്ള വിലക്കയറ്റം, ഇതൊക്കെ പിന്നെ ഇവർക്കെതിരെ ആഞ്ഞടിക്കാവുന്നതായിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അതൊക്കെ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. അതിലൊക്കെ ഇവരെ ശക്തമല്ലാതായി പോയി എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഇവർ ഈ നിയമസഭ കൂടുമ്പോൾ അതിനകത്ത് കുരയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാര്യവും ഇതിനകത്ത് നടക്കുന്നില്ല. ഇപ്പോൾ താണ്ട ചോദിച്ചിട്ടുണ്ട്, പശ്ചിമ ബംഗാൾ അസാം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, തൃണമൂലുമായിട്ട് സഖ്യം. പശ്ചിമ ബംഗാളിൽ തൃണമൂലുമായിട്ടെങ്ങാനും ചേർന്ന് നിന്നാൽ കൊള്ളാം, അല്ലാതെ ഇവർക്ക് ആർക്കെങ്കിലും മേൽവിലാസമുണ്ടോ? പശ്ചിമ ബംഗാളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ നടക്കും. അവിടെ പ്രധാന മത്സരം എന്ന് പറഞ്ഞാൽ തൃണമൂലും BJPയും തന്നെ ആയിട്ടാണ്. കോൺഗ്രസിൻ്റെ ഒന്നും ഓഫീസില്ല അവിടെ, CPM ഇല്ല അവിടെ. CPMൻ്റെ പിന്നെ ലോക്കൽ കമ്മിറ്റി ഓഫീസൊക്കെ പിന്നെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? BJPക്കാരെടുത്ത് മൊത്തം. അപ്പോൾ അത്തരത്തിൽ പതനം സംഭവിച്ചിരിക്കുകയാണ് ഈ പല സംസ്ഥാനങ്ങളിലും. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് എങ്ങനെ നന്നാകും? പ്രിയങ്ക ഗാന്ധി ഈ വഖഫ് ബില്ല് ചർച്ച ചെയ്യേണ്ട അവസരത്തിൽ എവിടെ പോയിരിക്കുകയായിരുന്നു? വിദേശത്ത് പോയിരിക്കുക. ആങ്ങളെയും പെങ്ങളും എന്താണ് ചെയ്യുന്നത്? ഈ രാഹുൽ ഗാന്ധി ഏതെങ്കിലും പ്രധാനപ്പെട്ട ബില്ല് ചർച്ച ചെയ്യുമ്പോൾ പാർലമെന്റിലുണ്ടോ? ഇല്ല, വിദേശത്തേക്ക് നടക്കുകയാണ്. 2019 തോറ്റു തുന്നം പാടി കഴിഞ്ഞപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ആശാൻ അങ്ങ് പോയി, വിദേശത്തേക്ക് പോയി, എവിടേക്കോ ഊരി തണ്ടി നടക്കുകയായിരുന്നു. ഇപ്പം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നു നിന്ന് ജയിച്ച്, ഒന്ന് ആലോചിക്കണേ, വളരെ പ്രധാനപ്പെട്ട ബില്ലാണ്, ഒരു ഭേദഗതി വരുത്തിയതാണ്. എന്നിട്ട് ഇവിടുത്തെ കുറേ പിന്നെ MP-മാരും ഒക്കെ കൂടെ നിന്ന് വെറുതെ കുരയ്ക്കുക മാത്രമാണ് ചെയ്തത്. ബില്ലിനെ കുറിച്ച് എന്താണെന്ന് പോലും ചക്കും പുക്കും അറിയാത്ത കുറേ MP-മാർ, നമ്മുടെ റഹീമിൻ്റെ ആ കാറ്റഗറിയിൽ വരുന്ന കക്ഷികൾ. പക്ഷെ അത് മറ്റൊരു രാഷ്ട്രീയ തന്ത്രമായി കൂടെ ആണല്ലോ. എന്നിട്ട് ഇത് ചർച്ച ചെയ്ത അവസരത്തിൽ എവിടെ പോയി? അതിന് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഈ മഹാൻ പറയുകയാണ്, വളരെ നേരത്തെ തീർച്ചപ്പെടുത്തിയ ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് പിന്നെ അവർ അവധിയിൽ പോയത്. ഒന്ന് ആലോചിക്കണം. പിന്നെ ഒരു MP-യാണ്, ആങ്ങളെ പ്രതിപക്ഷ നേതാവാണ്, ഒരു കുടുംബത്തിൽ നിന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഈ കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടാനാണ്? അതുകൊണ്ട് കേരളത്തിലെ അഴിച്ചുപണിയല്ല, ഇനി ഇവരെ ഒരഴിച്ചുപണി നടത്തി. വേണുഗോപാൽ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ ഒരു അഴിച്ചുപണി വരുമ്പോൾ ചിലതൊക്കെ കേരളത്തിൽ ഇപ്പൊ പറയണം മുഖ്യമന്ത്രി സ്ഥാനത്തിനും പല സ്ഥാനങ്ങൾക്കും പ്രമുഖർ നിൽക്കുമ്പോൾ അതിൽ മറ്റൊരു
ഇത്തരത്തിൽ എന്തെങ്കിലും വന്നുകൂടെ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും സംഭവിച്ചുകൂടെ? എന്താ നേതൃത്വത്തിനകത്ത് അഴിച്ചുപണി ഉണ്ടാകുമെന്നോ? കേന്ദ്രത്തിൽ അത് കേരളത്തെയും ബാധിക്കുമല്ലോ. അഴിച്ചുപണികൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുത്തിയതുപോലെ, ഇപ്പൊ സുരേഷ് ഗോപിയെ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ ഏർപ്പെടുത്തിയതുപോലെ ഇത്തരത്തിൽ കോൺഗ്രസിനും മറ്റൊരു സംഭവം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തി. പ്രിയങ്ക ഗാന്ധി ഉണ്ട് വയനാട്ടില്. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റെന്തെങ്കിലുമൊക്കെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരു പിന്നെ ചുക്കിനും കൊള്ളത്തില്ല, ചുണ്ണാമ്പിനും കൊള്ളത്തില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. അതാണ് വേണ്ടത്. ഇവിടുത്തെ ഇന്ദിരാഭവൻ അവിടെ ഒരു ബോർഡ് വെക്കണം ഫ്രണ്ടിൽ, വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞു. പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.